Okay, good morning. Good morning, sir. Okay, Morning, sir. okay. Now we'll start with our module 2. Module 2 mainly dealing with the part programming. Part programming. Part programming. So what is a part programming? എന്താണ് പാർട്ട് പ്രോഗ്രാമിംഗ്? നമ്മൾ സി പ്രോഗ്രാമിംഗ് അങ്ങനെയൊക്കെ കുറേ ടൈപ്പ് പ്രോഗ്രാമിങ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? വാട്ട് ഈസ് എ പാർട്ട് പ്രോഗ്രാമിംഗ്? So this is basically a set of instructions. ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ പൊതുവെ ഒരു പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് അല്ലേ? പ്രോഗ്രാമിംഗ് ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കും. ഇത് എന്തിനാണ് കൊടുക്കുന്നത്? ഇൻസ്ട്രക്ട് ദ മെഷീൻ ടൂൾ അബൌട്ട് ദ പ്രോസസ്സിംഗ് സ്റ്റെപ്സ്. So the instructions given to the tools for the processing of the parts, അല്ലെങ്കിൽ how to manufacture a parts. അപ്പോൾ മാനുഫാക്ചറിങ്ങിലേക്ക് നമുക്ക് പോകുന്നു. ഓക്കെ, മാനുഫാക്ചറിങ്. So in order to manufacture a component, how we can program so that we can convert the entire mechanism into a automated mode. നമുക്കൊരു ഓട്ടോമേറ്റഡ് മോഡിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി നമുക്ക് എങ്ങനെ പ്രോഗ്രാം ചെയ്യാം? സപ്പോസ് നമ്മളിപ്പോൾ സാധാരണഗതിയിലാണെങ്കിൽ എന്താണ്, യൂസിങ് ദ സ്കിൽ, ദ ലേബർ യൂസിങ് ഹിസ് സ്കിൽ, ഹി ഓപ്പറേറ്റ്സ് ഫോർ സെവറൽ ടൈം ആൻഡ് ഡു ദ പർട്ടിക്കുലർ ഓപ്പറേഷൻ in order to have the manufactured component, final component. But in the latest scenario, we use the modern techniques for automation and using CNC and all. We are using the programs, certain set of instructions. ഈ പ്രോഗ്രാംസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്രോഗ്രാം? അപ്പോൾ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ which instruction tool about the processing steps to be performed for the manufacture of a part. അപ്പോൾ ഒരു പർട്ടിക്കുലർ പാർട്ട് ഉണ്ട്, we need to manufacture it. അപ്പോൾ അതിനു വേണ്ടി we have many possible methods, അല്ലെങ്കിൽ പ്രോസസ്സിംഗ് മെത്തേഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ, in order to drill a hole, ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? Workpiece, we have to set the workpiece in a particular position. Then we have to move the tools, or we have to first of all you have to choose the tool, then move the tool towards the position, start the rotor or the spindle rotation start here, then give the depth, correct locate here, then കറക്റ്റ് അതിൻ്റെ ഡെപ്ത് നമുക്ക് എന്താണ് മൂവ് ചെയ്യുക, മെറ്റീരിയൽ ടൂളിനെ മൂവ് ചെയ്യുക. സംടൈംസ് വർക്ക് പീസ് ഈസ് റേസ്ഡ്, വർക്ക് പീസ് ആയിരിക്കും മൂവ് ചെയ്യുക, ചിലപ്പം ടൂളായിരിക്കും മൂവ് ചെയ്യുക, ഡിപ്പെൻഡിങ് ഓൺ ദ പ്രൊസീജിയർ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് മൂവ്മെൻറ്റ്സ് ഉണ്ടാവും അല്ലേ? മൂവ്മെൻറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻപുട്സ് നമ്മൾ കൊടുക്കുന്നുണ്ടാവും. ഇതൊക്കെ സാധാരണഗതിയിൽ എന്താണ് ഒരു മാനുവൽ വർക്കായിരുന്നു. അതിനുശേഷം പിന്നീട് ചെയ്യുന്നതാണ് യൂസിങ് സർട്ടൻ ഇൻസ്ട്രക്ഷൻസ്. നമുക്ക് പ്രോഗ്രാംസ് ഉപയോഗിച്ച്, പ്രോഗ്രാം എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഹാവിങ് മെനി, നമുക്ക് അതിനൊരു പർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ടാവും. ആ ഫോർമാറ്റിലുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഈ ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ച് നമുക്കിതിനെ ഗൈഡ് ചെയ്യാം, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇതെല്ലാം ദാറ്റ് ഇസ് ദ ഫൈനൽ ഷേപ്പ് ഓർ സൈസ് ഓഫ് ദ ഫിനിഷ്ഡ് കോമ്പണൻറ്റ്, which all depends on the how program is prepared. എത്രത്തോളം നന്നായിട്ട് ഈ പ്രോഗ്രാം ചെയ്തു, നമുക്ക് ആ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചായിരിക്കും നമുക്ക് ആ ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുക. ഇപ്പോൾ നമ്മൾ ആ പ്രോഗ്രാം ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമുക്ക് പറയുന്നു ഇതിനകത്ത് പല പോർഷൻസ് ഉണ്ടാകും, അതായത് ഇതിൻ്റെ മൂവ്മെൻറ്റ്, അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഇനീഷ്യലി ടൂൾ ഷുഡ് ബി ഇൻ ദിസ് പൊസിഷൻ, then
ഇനി നമ്മൾ അതിനൊരു മൂവ്മെൻറ്റ് കൊടുക്കുന്നു G00. G00 എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ട്രാവേഴ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇൻ കേസ് ഓഫ് CNC പ്രോഗ്രാമിംഗ്. അപ്പോൾ നമ്മൾ G00 എന്നൊരു കോഡ് പറയുമ്പം ഇത് പറയുന്നു എങ്ങോട്ടേക്ക് XYZ ഒരു പോയിന്റ് നമ്മൾ പറയുന്നു. ആ പോയിന്റിലേക്ക് എന്താണ് ഈ ടൂള് പെട്ടെന്ന് മൂവ് ചെയ്യുന്നു, റാപ്പിഡ് ട്രാവേഴ്സ്. ദെൻ G01, G02 എന്നൊക്കെ പറഞ്ഞാൽ സർക്കുലാർ ഇൻ്റർപൊളേഷൻ. നമ്മൾ ഇങ്ങനെ സർക്കുലാർ മോഷൻ വേണം, ക്ലോക്ക് വൈസ് ആവണം, ഇനി കൗണ്ടർ ക്ലോക്ക് വൈസ് ആണോ. ഇനി സ്പിൻഡിൽ സ്പീഡ് S150 എന്നൊക്കെ പറഞ്ഞാൽ 150ൽ സ്പിൻഡിൽ സ്പീഡ് പോവുക. ഫീഡ് റേറ്റ് F100 എന്നൊക്കെ പറഞ്ഞാൽ ഫീഡ് റേറ്റ് 100 ആക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ കൺട്രോൾ ചെയ്യുന്നു. അത് നമ്മൾ ഡേറ്റ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതിൻ്റെ എക്സാമ്പിൾ ഉണ്ട്. പ്രോബ്ലം എന്ന് ഉദ്ദേശിച്ചത് ഇതിൻ്റെ പ്രോഗ്രാമിങ് നമുക്കുണ്ടാവും. വി ഹാവ് ടു ഡു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ബേസിക്കലി ദിസ് കോഡ് ദാറ്റ് ഇസ് എ CNC കോഡ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് ബ്ലോക്സ്. കുറച്ച് ബ്ലോക്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് ഓരോ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് C പ്രോഗ്രാമിങ്ങിലൊക്കെ ആണെങ്കിൽ നമുക്ക് പറയില്ലേ #include iostream.com .com അല്ല .h, അതേപോലെ മെയിൻ ബ്രാക്കറ്റ്, അതേപോലെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് വരില്ലേ. അപ്പോൾ ഇതുപോലുള്ള ഓക്കെ, ഇവിടെയും ഇതേപോലെ കുറേ ബ്ലോക്സ് ഉണ്ടാവും. പല 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 ബ്ലോക്സ് ആയിട്ടുണ്ടാവും. ബ്ലോക്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഇനി ഓരോ ബ്ലോക്കിനകത്തും ഓരോ കമാൻഡ്സ് ഉണ്ടാവും. കുറേ മൂവ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ അതിന് വേണ്ടിയൊക്കെ ഉള്ള ഓരോ കമാൻഡ്സ് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു. F150, അതുപോലെ M360, അങ്ങനെയുള്ള കുറേ കമാൻഡ്സ് ഉണ്ടാവും. ഇതൊക്കെ ഈ പറഞ്ഞ ബ്ലോക്സിലുണ്ടാവും. ഇനി എന്താണ് ഈ പാർട്ട് പ്രോഗ്രാമിംഗ്? പാർട്ട് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് എ പ്രോഗ്രാം, എനി പ്രോഗ്രാം ഡിഫൈനിങ് ദ മോഷൻ ഓഫ് ടൂൾ ഓർ വർക്ക് പീസ്, മോഷൻ ഓഫ് ദ ടൂൾ ഓർ വർക്ക് പീസ് ഇൻ ദ കോർഡിനേറ്റ് സിസ്റ്റം. ഒരു പർട്ടിക്കുലർ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടാവും, XYZ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടാവും. അതിൻ്റെ മോഷൻ അവിടെയുള്ള സംടൈംസ് ടൂൾ ഈസ് മൂവിങ്, അതർവൈസ് വർക്ക് പീസ് ഈസ് മൂവിങ്, സംടൈംസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. ഈ ഒരു റിലേറ്റീവ് മോഷൻ അതിനെയാണ് നമ്മൾ എന്താ പറയുക, അതിനു വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു പ്രോഗ്രാം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. ദാറ്റ് പർട്ടിക്കുലർ പ്രോഗ്രാം ഈസ് ദ പാർട്ട് പ്രോഗ്രാം. ഈ പാർട്ട് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയാൻ കാരണം അതൊരു നമ്പറിങ് ഉണ്ടാവും, നമ്പറിങ് മെക്കാനിസം ഉണ്ടാവും. N001 അല്ലെങ്കിൽ N002, N003 എന്നിട്ട് ഓരോ കമാൻഡ്സ് നമ്മൾ കൊടുക്കും. അതിനനുസരിച്ച് ആയിരിക്കും ഒരു സീക്വൻഷ്യലായിട്ടായിരിക്കും. 1 കഴിഞ്ഞിട്ടായിരിക്കും 2 എക്സിക്യൂട്ട് ചെയ്യുക, 2 കഴിഞ്ഞിട്ടായിരിക്കും 3 എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ പോകുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം N005, N0010, N0020. അതിനുശേഷം നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി N0015 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഇതും കഴിഞ്ഞാൽ പിന്നീട് ഇതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക, അതിനുശേഷമായിരിക്കും ഇത് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ എനിവേ നമുക്കൊരു സീക്വൻഷ്യലായിട്ടുള്ള കുറേ സ്റ്റെപ്സ് ഉണ്ടാവും. ഓരോ സ്റ്റെപ്പിലും നമ്മൾ പറയുന്നുണ്ടാവും ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണ്, ടൂളിങ് ഈ രീതിയിൽ മൂവ് ചെയ്യുക, ഇവിടെ എന്താണ് ഡ്രില്ല് ചെയ്യുക, ഇവിടെയാണ് ഡ്രില്ലിൻ്റെ മുകളിൽ നിന്ന് പുറത്ത് വരിക. അപ്പം അങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. സിമ്പിളാണ്. അപ്പോൾ ദീസ് ആർ അപ്പോൾ ബേസിക്കലി പാർട്ട് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞതാണ് ഇറ്റ് ഈസ് എ sequential set of instructions given to the machine tool in order to process it for manufacturing a part. അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഒരു പാർട്ട് പ്രോഗ്രാമിംഗ് എന്ന് പറയുക. അപ്പോൾ ഇനിയും ഇങ്ങനൊരു പാർട്ട് പ്രോഗ്രാമിംഗ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും വേണ്ടത്? പാർട്ട് പ്രോഗ്രാമിംഗ്, സപ്പോസ് യു ഹാവ് ടു
മാനുഫാക്ചർ എ കോമ്പോണൻറ്റ് ലൈക്ക് ദിസ്. ഇങ്ങനൊരു ഷേപ്പിലൊരു കോമ്പോണൻറ്റ് വേണം. അപ്പോൾ വേണമെങ്കിൽ എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡയമെൻഷൻസ് നമുക്ക് അറിയണം അല്ലേ, ഡയമെൻഷൻസ് അറിയണം. ഇനി ഈ മെറ്റീരിയൽ എന്താണെന്ന് അറിയണം. മെറ്റീരിയൽ ഇപ്പം പഴം വെട്ടുന്ന പോലെ നമുക്ക് ഇരുമ്പിനെ വെട്ടാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ പഴം വെട്ടാൻ വേണ്ടി സാധാ കത്തി മതി, ഇരുമ്പ് വെട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള കട്ടിംഗ് ടൂൾ തന്നെ വേണം. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ, അതേപോലെ ഷേപ്പ് ഓഫ് ദ മെറ്റീരിയൽ ടു ബി മെയ്ഡ്, അല്ലെങ്കിൽ ഷേപ്പ് ഓഫ് ദ ഫൈനൽ പ്രോഡക്റ്റ് ഓർ ദ സർഫസ് ഫിനിഷ് റിക്വയർഡ്, സൈസ് ഓഫ് ദ മെറ്റീരിയൽ, അതേപോലെ ഈവൻ മേ ബി ഇതൊരു ഫ്രജൈൽ മെറ്റീരിയൽ ആവാം, പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതാവാം, അല്ലെങ്കിൽ കൊറോസീവ് ആയിട്ടുള്ളതായിരിക്കും, എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ആവാം. അപ്പോൾ അതിനൊക്കെ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടുള്ള ടൈപ്പിൽ വേണം ഇതെന്താണെന്നുള്ളതൊക്കെ നമുക്ക് ആദ്യം അനലൈസ് ചെയ്യണം. അതിനനുസരിച്ച് വേണം ഇതിൻ്റെ ഓരോന്ന് ചൂസ് ചെയ്യാൻ. അതായത് ഫീഡ് റേറ്റ് ചൂസ് ചെയ്യേണ്ടതുണ്ടാവും, സ്പിൻഡിൽ സ്പീഡ് ചൂസ് ചെയ്യേണ്ടതുണ്ടാവും, കട്ടിങ് മോഷൻ ചൂസ് ചെയ്യേണ്ടതുണ്ടാവും, അതേപോലെ മെക്കാനിസംസ്, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇപ്പോൾ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പല രീതിയിൽ ചെയ്യാം. ഏതൊരു നമുക്ക് ടേൺ ചെയ്ത് വേണമെങ്കിൽ ഹോൾ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഡ്രില്ലിങ് ചെയ്യാം, പിന്നെ ബോറിങ് വഴി ചെയ്യുന്നുണ്ടാവും, പല പല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവും, അല്ല വെറുതെ കട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ ആപ്ലിക്കേഷൻ ഓർ ദീസ് തിങ്സ്, മെനി അതർ തിങ്സ് ടു ബി കൺസേൺ. ഇതെല്ലാം ചെയ്തിട്ടാണ് ടൂൾ അവൈലബിലിറ്റി, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ പ്രോഗ്രാമർ ചെയ്യുക. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ പ്രോഗ്രാമർ എന്ത് ചെയ്യുന്നു, ഈ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റഡീസ് ദ ഡ്രോയിങ് ആൻഡ് ഡിസൈഡ് അപ്പോൺ ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ഓഫ് ദ കട്ടിംഗ് ടൂൾ, സ്പീഡ്, ഫീഡ്, എക്സെട്ര എക്സെട്ര. ഇനി അതേപോലെ സ്റ്റാർട്ടിങ്, സ്റ്റോപ്പിംഗ്, എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഒരു പോയിന്റിൽ സപ്പോസ് ഇവിടെ രണ്ടിടത്ത് ഹോള് ക്രിയേറ്റ് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടിങ് പൊസിഷൻ ഇതാണ്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡ്രില്ലിംഗ് മെഷീൻ അല്ലെങ്കിൽ എന്താണ് ഡ്രില്ലിംഗ് സ്പിൻഡിൽ ഓഫ് ആയിരിക്കും. ഇതിനെ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു, ഇവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു. ഇവിടെ എത്തിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഇവിടെ ഡ്രില്ലിംഗ് ടൂള് റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങണം. ഇപ്പോൾ നമ്മൾ പറയുന്നു ഇവിടെ റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങുക. അതിനുശേഷം ഇവിടുത്തെ ഡ്രില്ലിംഗ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ എന്താണ് സ്റ്റോപ്പ് ചെയ്യുക. ദെൻ ഇറ്റ് ഷുഡ് മൂവ് ടു നെക്സ്റ്റ് ലൊക്കേഷൻ, അവിടെ ചെന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റാർട്ടിങ് സ്റ്റോപ്പിംഗ് പ്രൊസീജിയേഴ്സ് ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അറിയുക, അതൊക്കെ അനലൈസ് ചെയ്ത് വെക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ പാർട്ട് പ്രോഗ്രാമിംഗ് വരുന്നത്. സോ വി വിൽ സി വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ പാർട്ട് പ്രോഗ്രാമിംഗ്. അതായത് സ്റ്റെപ്സ് ഇൻ പാർട്ട് പ്രോഗ്രാമിംഗ്. Steps in part programming. First one, define the work part geometry. Define work part geometry. Presence or no? ഓനിപ്പണീച്ചേ. അതേത് കൂടെ അത് കണ്ടില്ല ആരാണ്. പോട്ടെ. എടാ ഇങ്ങനെ മനുഷ്യരെ ഇങ്ങനെ നാണം കെടുത്തല്ലേ. ഡിഫൈൻ ദ വർക്ക് പാർട്ട് ജോമെട്രി. സോ ഫസ്റ്റ് ഈസ് ദ ഡിഫൈനിങ് ദ വർക്ക് പാർട്ട് ജോമെട്രി. അതായത് നമുക്ക് വേണ്ട വർക്ക് പീസ്, അതിൻ്റെ ഒരു ഡയമെൻഷൻസ് ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഡയമെൻഷൻസ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം നമ്മൾ വർക്ക് പാർട്ടിൻ്റെ ജോമെട്രി ഡിഫൈൻ ചെയ്യുക. ദെൻ സെക്കൻഡ് വൺ, സ്പെസിഫൈങ് ദ ഓപ്പറേഷൻ സീക്വൻസ്. Specifying operation sequence.
ഓപ്പറേഷൻ സീക്വൻസ്. ഇത് രണ്ടുമാണ് മെയിനായിട്ട് വരുന്ന സ്റ്റെപ്സ്. അതായത് ഓപ്പറേഷൻ സീക്വൻസ് എന്തൊക്കെയാണ്, ആ ഒരു സീക്വൻസ് ഉണ്ടാവും. ആദ്യം എന്താണ് ചെയ്യേണ്ടത്, രണ്ടാമത് എന്താണ് ചെയ്യേണ്ടത്, മൂന്നാമത് എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഓപ്പറേഷൻ സീക്വൻസ് നമ്മളിനി സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അതിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്, അത് നമുക്ക് പറയാം. അപ്പം മെയിനായിട്ട് 2 സ്റ്റെപ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഡിഫൈനിങ് ദ വർക്ക് പാർട്ട് ജോമെട്രി, then specifying the operation sequence. So inside specifying operation sequence, first one, extraction of the dimensional data from part drawing and data regarding the surface quality requirement on the machined component. അതായത് പാർട്ട് ഡ്രോയിങ്സ്, നമുക്ക് ഈ പാർട്ടിൻ്റെ ഡ്രോയിങ്സ് നമുക്ക് കിട്ടും അല്ലേ. അപ്പം എക്സ്ട്രാക്ഷൻ ഓഫ് ഡയമെൻഷണൽ ഡേറ്റ ഫ്രം dimensional data from part drawings, അതേപോലെ data regarding the surface quality requirement. സർഫസ് ക്വാളിറ്റി റിക്വയർമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പാർട്ട് ഡ്രോയിങ്സ് നമുക്ക് ആദ്യം കിട്ടി അല്ലേ. അപ്പോൾ അതിനകത്തു നിന്നുള്ള ഡയമെൻഷണൽ ഡേറ്റകൾ കളക്ട് ചെയ്യുന്നു. അതേപോലെ സർഫസ് ക്വാളിറ്റി റിക്വയർമെൻറ്റ്സ്, എത്രത്തോളം ക്വാളിറ്റി വേണം, ആക്യുറസി വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റർമിൻ ചെയ്യുക. ഇതൊക്കെയാണ് ഫസ്റ്റ് കേസിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സെലക്ട് ദ ടൂൾ ആൻഡ് ഡിറ്റർമിൻ ദ ടൂൾ ഓഫ്സെറ്റ്. അതായത് ദെൻ നമ്മൾ പറയുന്നു ഈ ഒരു പർട്ടിക്കുലർ മെഷീനിങ് ഓപ്പറേഷൻ നടത്തണം. അപ്പം അതിന് ഏത് ടൂളാണ് ഉപയോഗിക്കേണ്ടത്. ഡ്രില്ലിങ്ങിനാണ് ഡ്രില്ലിങ്ങിൻ്റെ ടൂളുണ്ട്, മില്ലിങ്ങിനാണ് മില്ലിങ് കട്ടറുണ്ട്. ഇതിൽ ഏത് മില്ലിങ് കട്ടർ ഉപയോഗിക്കണം, അല്ലെ ഏത് ഡ്രില്ലിങ് ടൂളാണ് ഉപയോഗിക്കേണ്ടത്, ടൂൾ 1, ടൂൾ 2 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ ടൂൾസ് നമ്മൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് ഏത് ടൂളാണ് വേണ്ടത് അതൊക്കെ ചൂസ് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ഇനി ടൂൾ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് നമുക്കിങ്ങനൊരു പോർഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിങ്ങനെ ടൂളിൻ്റെ മോഷൻ നമ്മൾ ഈ പറഞ്ഞ പ്രോഗ്രാമിംഗ് വഴി ഇങ്ങനെ പറഞ്ഞാണ്, ഇങ്ങനെ ഇതാണ് ടൂൾ ഇവിടേക്കൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് കട്ട് ചെയ്ത് പോകണം നമ്മൾ പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ ഇതെന്താണ്, ഇതിങ്ങനെ കട്ട് ചെയ്യും. പക്ഷേ ഇപ്പോൾ സപ്പോസ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇവിടെയാണ് നമ്മൾ ടൂൾ വെക്കുന്നത്. ടൂൾ വെച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ ഷേപ്പിൽ തന്നെ മൂവ് ചെയ്യും. പക്ഷേ എന്താണ്, ഈ കട്ടറിൻ്റെ റേഡിയസ് ഇത്രയുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, അകത്തോട്ട് ഇത്രയും ഭാഗം കൂടെ മുറിഞ്ഞു പോകും. അപ്പം അങ്ങനെ മുറിഞ്ഞു പോകാതിരിക്കുകയാണെങ്കിൽ നമ്മളെന്താണ്, കുറച്ച് ഇപ്പുറത്തേക്ക് ഓഫ്സെറ്റ് ചെയ്യുക എന്ന് പറയും. ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തിരിക്കും. ഇത് ലെഫ്റ്റ് സൈഡ് ഓഫ്സെറ്റ് ഉണ്ടാവും, റൈറ്റ് സൈഡ് ഓഫ്സെറ്റ് ഉണ്ടാവും. അത് നമ്മൾ ആ പ്രോഗ്രാം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ കുറച്ച് ഓഫ്സെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ മൂവ് ചെയ്യുക. അപ്പോൾ എത്രത്തോളം ഷിഫ്റ്റ് ചെയ്യണം, ആ ടൂൾ ഓഫ്സെറ്റ് എത്രയാണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. അതുപോലെ ഏത് ടൂളാണ് യൂസ് ചെയ്യുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് set up the zero position of the workpiece. വർക്ക്പീസിൻ്റെ സീറോ പൊസിഷൻ, അതായത് വർക്ക് പീസ് ഉണ്ടെങ്കിൽ വർക്ക് പീസിനൊരു സീറോ പൊസിഷൻ, ഇതാണ് അതിൻ്റെ സീറോ പൊസിഷൻ. അപ്പോൾ നമ്മൾ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. ഇവിടുന്ന് നമ്മൾ മെഷീൻ ചെയ്ത് തുടങ്ങി അവസാനം ഇവിടെ കൊണ്ട് എത്തിക്കുന്നു. ഇപ്പോൾ നമുക്ക് വേണ്ട ഫൈനൽ പ്രോഡക്റ്റിൻ്റെ ഷേപ്പ് ഇതാണെങ്കിൽ ഈ ഒരു ഷേപ്പ് നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്തു. ഇപ്പം സ്റ്റാർട്ടിങ് പൊസിഷൻ അതെവിടാന്ന് വർക്ക് പീസിൻ്റെ എവിടെയെങ്കിലും ഒരിടത്ത് സെറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് എ സെറ്റിംഗ് അബവ് സീറോ പൊസിഷൻ ഓഫ് വർക്ക് പീസ്. Then select the speed and rotation of the spindle. Select the speed and rotation of spindle.
ഈ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് അറിയാമോ, ഡ്രില്ലിംഗ് ആണ് ഡ്രില്ലിങ്ങിൻ്റെ സ്പിൻഡിൽ, മില്ലിംഗ് ആണ് മില്ലിങ്ങിൻ്റെ സ്പിൻഡിൽ. അപ്പോൾ അതിൻ്റെ സ്പീഡ്, അതുപോലെ റൊട്ടേഷൻ ഏത് ഡയറക്ഷനാണ്, ഇതെല്ലാം നമ്മൾ സെലക്ട് ചെയ്യുക, എത്രയാണ് വേണ്ടത്. അതിനൊക്കെ നമുക്ക് ഓരോരോ കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. Then set up the tool motions. Set up the tool motion. Set up the tool motion according to the profile required. നമുക്ക് വേണ്ട പ്രൊഫൈലിനനുസരിച്ച് ടൂൾ മോഷനെ സെറ്റപ്പ് ചെയ്യുക. അതായത് എങ്ങനെയാണ് ടൂൾ മൂവ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഈ രീതിയിലാണോ, ഇങ്ങനെ ഏത് രീതിയിലാണ്. അപ്പോൾ അതിനൊക്കെ കുറേ കോഡ്സ് ഉണ്ടാവും. അത് എക്സ് വൈയിലേക്ക് പോകുന്നു, X1 2 2 3 എന്നിട്ട് ഓരോ കോർഡിനേറ്റ്സ് ഉണ്ടാവും. ആ കോർഡിനേറ്റ്സ് പറയുന്നതനുസരിച്ച് ഇങ്ങനെ മൂവ് ചെയ്യുക. അല്ലെ സർക്കുലർ ആയിട്ട് മൂവ് ചെയ്യണോ, ആർക്കിൻ്റെ ആകൃതിയിൽ മൂവ് ചെയ്യണോ, എങ്ങനെയാണ്, അല്ലെ ആംഗുലർ ആയിട്ട് മൂവ് ചെയ്യണോ, ഇതൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം അക്കോർഡിംഗ് ടു ദ പ്രൊഫൈൽ റിക്വയർഡ്, നമുക്ക് വേണ്ട ഫൈനൽ പ്രൊഫൈലിനനുസരിച്ച് സെറ്റ് ചെയ്യാം. നെക്സ്റ്റ്, ഈ പറഞ്ഞ പോലെ ഈ മോഷൻ എല്ലാം കഴിഞ്ഞ് ഈ മെഷീനിങ് എല്ലാം കഴിഞ്ഞാൽ എന്താണ്, തിരിച്ച് സ്റ്റാർട്ടിങ് പൊസിഷനിലേക്ക് വരിക. അതായത് റെഫറൻസ് പോയിന്റ്, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു റെഫറൻസ് പോയിന്റ് വെച്ചിട്ടുണ്ടാവും. ആ റെഫറൻസ് പോയിന്റിൽ നിന്നാണ് ഈ മെഷീനിങ് എല്ലാം ചെയ്യുക. അവിടുന്ന് മൂവ് ചെയ്തിട്ടാണ് നമുക്ക് എവിടെയാണ് വർക്ക് പീസ് 0 അല്ലെങ്കിൽ വർക്ക് പീസിൻ്റെ സ്റ്റാർട്ടിങ് പൊസിഷനിൽ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് മെഷീനിങ് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞാൽ തിരിച്ച് എന്താണ്, റെഫറൻസ് പോയിന്റിലേക്ക് തന്നെ വരിക. അതായത് റിട്ടേൺ ടു ദ റെഫറൻസ് പോയിന്റ്. റിട്ടേൺ ടു റെഫറൻസ് പോയിന്റ്. അതിനുശേഷം എന്താണ്, ലാസ്റ്റ് പോയിന്റ് എന്താണ്, പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പിംഗ് ദ പ്രോഗ്രാം ബൈ or ending the program, end the program, end program by എന്താണ്, എല്ലാ സാധനവും ഓഫ് ചെയ്ത് വെക്കുക. ബൈ എന്താണ്, സ്റ്റോപ്പിംഗ് ദ സ്പിൻഡിൽ ആൻഡ് കൂളൻ. സ്റ്റോപ്പിംഗ് സ്പിൻഡിൽ, അതുപോലെ കൂളൻ എക്സെട്ര. ഇതാണ് ഒരു സിമ്പിളായിട്ടുള്ളൊരു മെക്കാനിസം. പിന്നെ പാർട്ട് പ്രോഗ്രാമിങ്ങിൻ്റെ പാർട്ട് പ്രോഗ്രാമർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. സ്റ്റെപ്സ് ഇൻ പാർട്ട് പ്രോഗ്രാമിംഗ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ, ഡിഫൈൻ ദ വർക്ക് പാർട്ട് ജോമെട്രി. വർക്ക് പാർട്ട് ജോമെട്രി ഡിഫൈൻ ചെയ്യുക. ദെൻ എന്താണ്, സ്പെസിഫൈങ് ദ ഓപ്പറേഷൻ സീക്വൻസ്. ഓപ്പറേഷൻ സീക്വൻസ് സ്പെസിഫൈ ചെയ്യുക. അത് ഏതൊക്കെ രീതിയിലാണ്, ഈ പറഞ്ഞ രീതിയിൽ എന്തൊക്കെയാണ്? ഡയമെൻഷണൽ ഡാറ്റ ഫ്രം ദ പാർട്ട് ഡ്രോയിങ്സ്. പാർട്ട് ഡ്രോയിങ്സിലുള്ള ഡയമെൻഷൻ ഡാറ്റ. ദെൻ ഡാറ്റ റിഗാർഡിങ് ദ സർഫസ് ക്വാളിറ്റി, എത്രത്തോളം സർഫസ് ക്വാളിറ്റി വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഡേറ്റാസ് കളക്ട് ചെയ്യുക. ദെൻ സെലക്ട് ദ ടൂൾസ് ആൻഡ് ടൂൾ ഓഫ്സെറ്റ്. നമുക്ക് വേണ്ട റിക്വയർഡ് ടൂൾസ്, ഏത് ടൂളാണോ ഉപയോഗിക്കേണ്ടത് ആ ടൂൾ ചൂസ് ചെയ്യുക. അതുപോലെ ടൂൾ ഓഫ്സെറ്റ്, എത്രത്തോളം ഓഫ്സെറ്റ് ചെയ്യുന്നു. എന്തിനാണ് നമ്മൾ പറഞ്ഞു ഓഫ്സെറ്റ് ചെയ്യുന്നത്? എന്തിനാണ്? കറക്റ്റ് എന്താണ്, ഡയമെൻഷനിൽ തന്നെ മുറിക്കാൻ, അല്ലേ? നമ്മുടെ കൺസിഡറിങ് ദ, സപ്പോസ് ഇപ്പം വേറെ ഒരു, ഫസ്റ്റ് ഓഫ് ഓൾ തുടക്കത്തിൽ ഒരു 5 mm കട്ടറാണ് വെച്ചെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ ഓഫ്സെറ്റ് ആയിരിക്കും വരിക. അതായത് വേണ്ട പോയിന്റിൽ നിന്ന് പറഞ്ഞ റേഡിയസ് മാറിയിട്ടായിരിക്കും. ഇനി സപ്പോസ് കുറച്ചും കൂടെ വലുതാണെങ്കിൽ അതിനനുസരിച്ച് ഓഫ്സെറ്റ് കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ ടൂൾ ഓഫ്സെറ്റ്, ടൂളിനെ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് ടൂൾ ഓഫ്സെറ്റ് മാറിയിട്ടുണ്ടാവും. ടൂൾ ഓഫ്സെറ്റ് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുക. ദെൻ set up the zero position of the workpiece. We have to set the zero position. Where is the zero position of the workpiece? ഏതെങ്കിലും ഒരു പോയിന്റിനെ, വർക്ക് പീസിലുള്ള ഏതൊരു പോയിന്റ് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ 0 പോയിന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ദെൻ സെലക്ടിങ് ദ സ്പീഡ് ആൻഡ് റൊട്ടേഷൻ ഓഫ് ദ സ്പിൻഡിൽ. സ്പിൻഡിലിൻ്റെ സ്പീഡ്, റൊട്ടേഷൻ ഇതൊക്കെ ചൂസ് ചെയ്യുക. ദെൻ സെറ്റപ്പ് ദ ടൂൾ മോഷൻ. ടൂൾ മോഷൻ എങ്ങനെയാണ്, അതേപോലെ റിട്ടേണിങ് ടു ദ റെഫറൻസ് പോയിന്റ്. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, റെഫറൻസ് പോയിന്റിലേക്ക് റിട്ടേൺ ചെയ്യുക. ലാസ്റ്റ് എന്താണ്, എൻഡ് ദ പ്രോസസ്, പ്രോഗ്രാം. ഈ പ്രോഗ്രാം എൻഡ് ചെയ്യുക. എങ്ങനെയാണ്, ഈ പറഞ്ഞ സ്പിൻഡിലും കൂളൻറ്റും ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട്. ഇതൊക്കെയാണ് നമുക്ക് പ്രോഗ്രാമർ ചെയ്യേണ്ട കാര്യങ്ങളാണ്.
ഇനി ഒരു ന്യൂമറിക്കൽ കൺട്രോളിന്, ന്യൂമറിക്കൽ കൺട്രോൾ നമ്മൾ പറഞ്ഞു. ന്യൂമറിക്കൽ കൺട്രോൾ എന്തായിരുന്നു? ന്യൂമറിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, യൂസിങ് ദ ന്യൂമറിക്കൽ വാല്യൂസ് അല്ലെങ്കിൽ ന്യൂമറിക്സ് ഇതെല്ലാം ഉപയോഗിച്ചിട്ട് എന്താണ് ഒരു മെഷീനിങ് ഓപ്പറേഷനെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ന്യൂമറിക്കൽ കൺട്രോള് നമുക്ക് 3 രീതിയിലാണ് പ്രോഗ്രാം ചെയ്യാൻ പറ്റുക. ഒന്ന് മാനുവൽ പാർട്ട് പ്രോഗ്രാമിംഗ്. ഈ പറഞ്ഞ പാർട്ട് പ്രോഗ്രാമിംഗ് തന്നെ മാനുവലായിട്ട് ചെയ്യുന്നു. ദെൻ കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോഗ്രാമിംഗ്. നോക്കാം, 3 ടൈപ്പാണ് MC പ്രോഗ്രാംസ്. ഇത് 3 ഫസ്റ്റ് വൺ മാനുവൽ പാർട്ട് പ്രോഗ്രാമിംഗ്. മാനുവൽ പാർട്ട് പ്രോഗ്രാമിംഗ്. Then computer aided part programming. And the third one is part programming using CAD or CAM. Using CAD CAM. Okay. അപ്പോൾ മാനുവൽ പാർട്ട് പ്രോഗ്രാമിംഗ്. മാനുവൽ പാർട്ട് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് ലെവലിൽ വരുന്ന കേസ്, ഫസ്റ്റ് ഇനീഷ്യലി ഉണ്ടായിരുന്ന കേസിൽ അവിടെ എന്താണ്, ഇതേപോലെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലത്തെ മെഷീനിങ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ മെഷീനിങ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ പൊതുവെ ഒരു പാർട്ട് പ്രോഗ്രാം എന്ന് പറയുന്നു. അതൊരു സ്റ്റാൻഡേർഡ് പർട്ടിക്കുലർ ഫോർമാറ്റിൽ നമ്മളത് പ്രിപ്പയർ ചെയ്ത് അതിനെ നമ്മളൊരു പഞ്ച് ടേപ്പ് എന്ന് പറയും. പഞ്ച് ടേപ്പിലേക്ക് അത് മാറ്റുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു. അതായത് ഈ ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ പഞ്ച് ചെയ്ത് ഒരു പർട്ടിക്കുലർ ടേപ്പ് ഉണ്ടാവും, അതിനകത്തേക്ക് നമ്മൾ പഞ്ച് ചെയ്ത് വെക്കും. ഈ പഞ്ച് ടേപ്പ് ആണ് നമുക്ക് ഇതിൻ്റെ ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, മെഷീൻ കൺട്രോൾ യൂണിറ്റ്. ഈ മെഷീൻ കൺട്രോൾ യൂണിറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ മെഷീൻ കൺട്രോൾ യൂണിറ്റ് MCU എന്നൊക്കെ പറയും. ഈ മെഷീൻ കൺട്രോൾ യൂണിറ്റ് ഇത് അനലൈസ് ചെയ്യും. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് അറിയില്ല, അത് പൊതു ഇതിൻ്റെ മുകളിലല്ലേ? അല്ലല്ല, സോറി അഖിൽ സാർ, ഈ ഭാഗം. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ മെഷീൻ കൺട്രോൾ യൂണിറ്റ് അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ഷൻസ് അതിനകത്ത് എടുക്കും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഈ ലാംഗ്വേജിൽ, അതായത് മെഷീൻ കൺട്രോൾ യൂണിറ്റിന് മനസ്സിലാവുന്ന ലോവർ ലാംഗ്വേജിൽ എന്താണ് എടുക്കുന്നു. ദെൻ ഈ പറഞ്ഞ ഇതിന് കുറേ വേർഡ്സ് ഉണ്ടാവും, NC വേർഡ്സ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് അത് പല ടൈപ്പിൽ, അത് നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി അടുത്ത വരും, ഡീറ്റെയിൽ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് കുറേ ഫോർമാറ്റ്സ് ഉണ്ടാവും, അഡ്രസ് കോഡ്സ് ഒക്കെ ഉണ്ട്. അതായത് ഇപ്പം സപ്പോസ് A to Z, ഇപ്പോൾ ഏതെങ്കിലും ഒരു വേർഡ് G00 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഇതാണ് റാപ്പിഡ് ട്രാവേഴ്സ് എന്ന് പറയും. അതായത് G കോഡ്സ് ഉണ്ട്, M കോഡ്സ് ഉണ്ട്, അതേപോലെ F നെയിം, സ്പിൻഡിൽ, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, മിസ്ലീനിയസ് കോഡ്. അപ്പം ഇതിൻ്റെ കൂടെ ഒരു നമ്പറും ഉണ്ടാവും, ആൽഫബറ്റ് നമ്പർ, ഇപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൊരു കോമ്പിനേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇങ്ങനൊരു പഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ടേപ്പാണ് നമ്മൾ ഇതിനകത്തൊക്കെ ഇൻപുട്ട് കൊടുക്കുക. ഇത് ഉപയോഗിച്ചത് ഇവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, മാനുവലായിട്ടാണ്, മാനുവൽ പാർട്ട് പ്രോഗ്രാമിംഗ് ആണ്. മാനുവലായിട്ട് ഇതേപോലെ ഒരു പഞ്ച് ടേപ്പിൽ ഇതെടുത്ത് നമ്മൾ കൊടുക്കുന്നു. അതുവഴി ഈ പറഞ്ഞ ഓട്ടോമേഷൻ നടക്കുന്നു. പിന്നെ അപ്പോൾ ഇങ്ങനെയുള്ള മാനുവൽ പ്രോഗ്രാമിംഗ് ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ സമയം പോകും.
ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പം ഇങ്ങനെ ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് അപ്പോൾ അതുപോലെ പെട്ടെന്ന് കുറേ എറേഴ്സ് വരാനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്. മാനുവൽ ആകുമ്പം എറേഴ്സും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എറേഴ്സ് വരുമ്പോൾ അതിനനുസരിച്ച് എന്താണ് കോംപ്ലക്സ് ആയിട്ടുള്ള ജോമെട്രീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പാടായിരിക്കും. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് കുഴപ്പമില്ല, കോംപ്ലക്സ് ജോമെട്രിയിലൊക്കെ പാടായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കമ്പ്യൂട്ടർ എയ്ഡഡ് പാർട്ട് പ്രോഗ്രാമിംഗ്. ഇവിടെ ഒരു കമ്പ്യൂട്ടർ എയ്ഡഡ് ആയിട്ടുള്ളതായിരിക്കും. ഇവിടെ നമുക്കൊരു സിമ്പിൾ ലാംഗ്വേജ്, നമുക്ക് സി പ്രോഗ്രാമിംഗ് ഒക്കെ പോലെ തന്നെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജസ് ഉണ്ടാവും. ആ ലാംഗ്വേജസ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പ്രോഗ്രാമിംഗ് ചെയ്യുക. ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാവും, ഇപ്പോൾ റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിപ്പോൾ പല ടൈപ്പ്, ഇപ്പോൾ ജാവ പോലെ ആയിരിക്കില്ല അബാപ്പ് ഉണ്ടാവുക. അപ്പോൾ അതേപോലെ അങ്ങനെ കുറേ നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ ഓരോന്നിനും ഓരോ രീതിയിലായിരിക്കും. ചിലതിനൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ്, ഇംഗ്ലീഷ് ഗ്രാമർ തന്നെ ആയിരിക്കും, റൈറ്റ്, ഡു, അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകും. അതാണ് കമ്പ്യൂട്ടർ എയ്ഡഡ്. കമ്പ്യൂട്ടറിൽ നമ്മൾ അങ്ങനെയുള്ള ലാംഗ്വേജ് ഉപയോഗിച്ച് കോഡ് ചെയ്യുന്നു. ഈ കമ്പ്യൂട്ടർ ദെൻ ചേഞ്ചസ് ഇറ്റ് ഇൻ ടു ലോ ലെവൽ ലാംഗ്വേജ് വിച്ച് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ ദ മെഷീൻ കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ മെഷീൻ കൺട്രോളിന് മനസ്സിലാവുന്ന രീതിയിലുള്ള ലോ ലെവൽ ലാംഗ്വേജിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് ആ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഈ ടൈപ്പാണ് കമ്പ്യൂട്ടർ എയ്ഡഡ് പാർട്ട് പ്രോഗ്രാമിംഗ്. ഇനി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരുന്നതാണ് യൂസിങ് ക്യാഡ് ഓർ ക്യാം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഗ്രാഫിക് ഇൻ്റർഫേസ് ഉണ്ട്. ക്യാഡ് നമുക്കറിയാം അല്ലേ, ഓട്ടോ ക്യാഡ് ഒക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ അതിപ്പോൾ നമുക്കൊരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ തന്നെ ഉണ്ട്, അല്ലെ നമുക്കൊരു മോഡൽ നേരിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്ക് ആ യൂസിങ് ദ സോഫ്റ്റ്വെയർസ്, ക്യാഡ് സോഫ്റ്റ്വെയർ, ക്യാം സോഫ്റ്റ്വെയർ, അപ്പോൾ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ്, അതേപോലെ കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ്, ഇപ്പം ഇങ്ങനത്തെ കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ആ സോഫ്റ്റ്വെയറിൽ നമുക്ക് ഈവൻ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് അടക്കം നമുക്ക് നോക്കാം, മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് നോക്കാം, അനലൈസ് ചെയ്യാം, ഫൈനൽ പ്രോഡക്റ്റ് എങ്ങനെ വരും. അപ്പോൾ ഇതെല്ലാം അനാലിസിസ്, അതേപോലെ ഡയമെൻഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്കൊരു ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് ഉണ്ട്, നമുക്ക് ഗ്രാഫിക്കലായിട്ട് നമുക്ക് കാണാനൊക്കെ പറ്റും. ഈ രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്തുകൊണ്ട് പ്രോഗ്രാം നമുക്ക് ചെയ്യാം. ഇതിനകത്തുനിന്ന് നമുക്ക് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ടൂൾ മോഷനും കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്രോഗ്രാം അതിനകത്ത് നിന്ന് ഡെവലപ്പ് ചെയ്യുന്നു. അത് നേരെ നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് ഇതിലേക്ക് വിടാം. അതാണ് മെഷീൻ കൺട്രോൾ യൂണിറ്റിലേക്ക് വിടുന്നു. അതുവഴി മാനുഫാക്ചറിങ് നമുക്ക് പോസിബിളാണ്. ഈ ടൈപ്പ് പ്രോഗ്രാമിംഗ് ഇതാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് 3 ക്ലാസിഫിക്കേഷൻ ഓഫ് NC പ്രോഗ്രാംസ്. എന്താണ്? ഫസ്റ്റ് വൺ മാനുവൽ പാർട്ട് പ്രോഗ്രാമിംഗ്, ദെൻ കമ്പ്യൂട്ടർ എയ്ഡഡ് പാർട്ട് പ്രോഗ്രാമിംഗ്, ആൻഡ് ഫൈനലി പാർട്ട് പ്രോഗ്രാമിംഗ് യൂസിങ് CAD ഓർ CAM. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് NC കോർഡിനേറ്റ് സിസ്റ്റം. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം.